ഇന്ന് എൻ്റെ ഗാർഡനിൽ നിന്ന് പറിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ചീര കൊണ്ടൊരു തോരനായാലോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്നതാകുമ്പോൾ ഒരു വിഷവും ഇല്ല, ഒന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരൻ തന്നെയായിരിക്കും. സുന്ദരിച്ചീരയിൽ ചുമന്ന തണ്ടും പച്ച ഇലകളുമാണ്. ഇത് നല്ല റെഡിഷ് കളറായിട്ടുള്ള ചീര, പിന്നെ രണ്ട് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ചീര. ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ചീരകൾ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ചട്ടികളിലും പൈപ്പുകളിലായിട്ടാണ് ഞാൻ നട്ടിരിക്കുന്നത്. എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോരനോ കുറേ ദിവസത്തേക്ക് കഴിക്കാനതുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാം പറിച്ചുകൊണ്ട് വന്ന് രാവിലെ തന്നെ നന്നായിട്ട് കഴുകി പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ചീരകൾ വലുതാവാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്നും മുറിക്കാതെ വിട്ടിട്ടുണ്ട്. ഇതൊക്കെ വലുതാവാനിരിക്കുന്നതാണ്. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് അതൊക്കെ വലുതാവും. നന്നായി കഴുകി നന്നായിട്ട് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ചെറിയ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. കണ്ടോ, ചീരത്തോരൻ നല്ല ഹെൽത്തി തോരനാണല്ലോ. അപ്പം ഇനി അതിന് വേണ്ടിയിട്ട് ഒരു അര സവോളയും ഒരു 3-4 ചെറിയ ഉള്ളിയും ഒരു 2 വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഇടുന്നുണ്ട്. ഞാൻ തേങ്ങ ഇപ്രാവശ്യം ചതയ്ക്കുന്നില്ല. തേങ്ങ അങ്ങനെ തന്നെ ചിരവി ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കടായിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കാനിട്ടു. കടുക് പൊട്ടിയ ഉടനെ പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടു. ഇനി സവോളയും ഉള്ളിയും കൂടെ അരിഞ്ഞ് വിടുവാണേ. ഞാൻ എന്തുണ്ടാക്കുമ്പോൾ സവോളയും ഉള്ളിയും കൂടെ അരിഞ്ഞ് തന്നെയാണ് ഇടുന്നത്. എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. സവോള മാത്രം ഇടുന്നതിനേക്കാളും ചെറിയ ഉള്ളിയും കൂടെ വരുമ്പോൾ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ആവശ്യമുള്ള ഉപ്പിടുന്നുണ്ട്. ഉപ്പിടുന്നത് ക്യാമറയിൽ വിട്ടുപോയിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം അത് അടച്ചു വെച്ചു. ഒരേ 1 മിനിറ്റ് അടച്ചു വെച്ച് ഉള്ളി വാടിയിട്ടുണ്ട്. തുറന്നു കഴിഞ്ഞ് ചീര ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യമായി ഉപ്പിടുന്നുണ്ട്. പിന്നെ ഞാൻ മിക്കവാറും എന്തുണ്ടാക്കുമ്പോഴും അതിലൊരിത്തിരി മഞ്ഞളിടുന്നതിൻ്റെ ഒരു സ്വഭാവമാണ്. എന്താണെന്ന് അറിയില്ല. ഇത് ഞാൻ തന്നെ വീട്ടിൽ കഴുകി ഉണക്കി മില്ലിൽ പൊടിപ്പിച്ചെടുക്കുന്ന മഞ്ഞപ്പൊടിയാണ് കേട്ടോ. അത് നല്ലൊരു ഫ്ലേവറും കൂടിയാണ്. അപ്പോൾ ഇനി മഞ്ഞളും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വീണ്ടും ഒരേ 1 മിനിറ്റ് ചെറിയ തീയിൽ തന്നെ വെക്കുന്നുണ്ട്. എല്ലാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുന്നത്. ഒരേ 1 മിനിറ്റ് കൊണ്ട് അതും റെഡിയായി. ഇനി അടുത്ത് തേങ്ങ ഇടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലാകെ 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഇനി ഞാൻ തീ വളരെ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് കൂടെ ഒന്ന് വെക്കുന്നുണ്ടേ. അത് കഴിഞ്ഞു. കുറച്ച് നേരം ആ ചട്ടിയിൽ തന്നെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അതിനുശേഷം മാത്രമാണ് ഞാനെടുത്ത് സെർവ് ചെയ്തത് കേട്ടോ. നമ്മുടെ അടിപൊളി ചീര റെഡി ആയിട്ടുണ്ട്. ചീരയും കൂട്ടി നമുക്ക് ചോറുണ്ടാലോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.